സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഇൻഫർമേഷൻസ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ യൂട്യൂബ് മേഖലകൾ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ബിസിനസ്സുകൾ. ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. 2000 രൂപ മുടക്കിയാൽ വരുമാനം കൊയ്യാം ഓൺലൈൻ മേക്കിംഗ് മതി. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതൊരു പോസ്റ്റാണ്. അതുപോലെ നമ്മളെ വേറെ പറ്റിക്കും. 100 രൂപ മുടക്കിയാൽ ഇരട്ടി ലാഭം ഓൺലൈൻ മേക്കിംഗ് മതി. ഉള്ളതാണോ? 1500 രൂപ ടെൻഷൻ ഇല്ലാതെ വരുമാനം നേടാം ഓൺലൈൻ മേക്കിംഗ് മതി. വ്യത്യസ്തമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വരുമാനം നേടാം ഓൺലൈൻ മേക്കിംഗ് മതി. എവിടെ? പ്രൊമോട്ടർ ഇല്ലാതെ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഇല്ലാതെ ലാഭം കൊയ്യാം. എന്ത്, ആര്, എപ്പോ? റിപ്ലൈ. 2300 മുടക്കി പാർട്ട് ടൈം വരുമാനം നേടാം. എങ്ങനെ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല ഇൻഫർമേഷൻസും കിട്ടാറുണ്ട്. നിങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ കാണാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്തരത്തിലുള്ള ബിസിനസ് ഓൺലൈൻ ട്രിക്കുകളും ടിപ്സുകളും കാണുമ്പോൾ നിങ്ങൾ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് റിപ്ലൈ തരാറുണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ പല വ്യത്യസ്തമായ പല നോളജസ്, പല അറിവുകളൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ്. പക്ഷെ നമുക്ക് ആരും എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ചില ചാനലുകൾ വളരെ നല്ല സപ്പോർട്ടബിൾ ആയിട്ടുള്ള ചാനൽസ് ഒക്കെ നമുക്ക് നല്ല റിപ്ലൈ തരും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളുടെ വീഡിയോക്ക് മാത്രം റിപ്ലൈ തരുന്നില്ല, ഒരു ലൈക്ക് പോലും തരുന്നില്ല? നിങ്ങൾ ആലോചിക്കണം. നമ്മൾ നേരത്തെ മുന്നേ ഒരു ഹവാന ബിസിനസ് ഉണ്ടായിരുന്നു. ഹവാന ഇത്ര മുടക്കിയാല് ലാഭം ഉണ്ടാവും. കമ്പനി പൊട്ടിപ്പോയി, ആളുമില്ല, കമ്പനി ഇല്ല, ഒന്നുമില്ല. അപ്പൊ ലൈഫ് എന്താണ്? ലൈഫ് സ്പോയിൽ ചെയ്യാനുള്ളതല്ല, ലൈഫ് യൂട്ടിലൈസ് ചെയ്യാനാണ്. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ലൈഫ് നോട്ട് എ സ്പോയിലിംഗ് ബട്ട് യുവർ ലൈഫ് ഈസ് യൂട്ടിലൈസ്. ഓക്കെ, എൻ്റെ ചാനലിൽ ഞാൻ കുറച്ച് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, 2300 മുടക്കിയാൽ നിങ്ങൾക്ക് വരുമാനം നേടാം. സുഹൃത്തുക്കളെ, ഒരു സിസ്റ്റം മുന്നിൽ വെച്ചിട്ട് അത് ഒരു ഓഡിയൻസ് പോലും കാണുന്നില്ല. അതിനകത്ത് എന്താ നടക്കുന്നത്, ഏത് ടൈപ്പ് ബിസിനസ്സാണ് എന്ന് പോലും അതിനകത്ത് കാണുന്നില്ല. നമ്മൾ കാണുന്നുണ്ടോ? ജസ്റ്റ് നമ്മുടെ ഓഫീസിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇതുപോലെ സിസ്റ്റം ഇങ്ങനെ വെക്കും. പക്ഷെ നമ്മളുടെ ഇതിനകത്ത് എഴുതിയത് എന്താണ്, അല്ലെങ്കിൽ ഇതിനെന്താ കാണിക്കുന്നത്? ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് പ്രൊമോട്ടേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾക്കറിയുന്ന സ്കില്ല് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ എത്ര രീതിയിലുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റി നടക്കുന്നത്, അല്ലെങ്കിൽ എത്ര രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് നമ്മുടെ ഈ സൊസൈറ്റി നടക്കുന്നത്. നമ്മൾ ഒന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ എവിടെയെങ്കിലും നല്ലൊരു ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകും. നമ്മൾ വിചാരിക്കും നമ്മൾ ജോബ് ചെയ്യുന്നുണ്ട്, നമുക്കൊരു മാസം അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 50,000 അല്ലെങ്കിൽ 1 lakh നമ്മൾ സാലറി വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നതല്ലേ നമുക്ക് ഏറ്റവും ബെറ്റർ? നമ്മൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് അർത്ഥമുള്ളത്? നമ്മൾ 1500 രൂപ നമ്മൾ ടെൻഷൻ ഇല്ലാതെ മുടക്കിയിട്ട് ആ ബിസിനസ് പേരില്ല, ജസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ, എനിക്കുണ്ട് ഈ പറഞ്ഞ പോലെ ഹവാനൊക്കെ എന്നോ തട്ടിപ്പോയി. ഹവാനയുടെ ഒരു വിവരവും ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ ആ ഇൻഫർമേഷൻസിന് എന്താണെന്നും ആ കമ്പനിയുടെ പേരെന്താണ്, ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യും, അത്യാവശ്യം വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യും. എന്നിട്ട് അതിന് എന്താണ് ഒരു ലാപ്പ് മുന്നിൽ വെച്ചിരുന്നിട്ട് അതിനകത്ത് നടക്കുന്ന പോലും എന്താണെന്നറിയാം, എന്തൊക്കെയോ സ്ട്രാറ്റജി, സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തൊക്കെയോ സ്ട്രാറ്റജികളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ പേരില്ല. കമന്റിൽ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈക്ക് പോലും ഒരു നോട്ടിഫിക്കേഷൻ പോലും ചെയ്യുന്നില്ല. അതായത് ഒരു വീഡിയോ ചെയ്യുന്ന ഒരാള്
ഇത്തരം ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും, അല്ലെങ്കിൽ എല്ലാവരും സ്വയമായിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം കരിക്കുലർ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് എല്ലാവരും. അപ്പോൾ എല്ലാം രീതിയിൽ നമുക്ക് ഓൺലൈൻ മണി അല്ലെങ്കിൽ മണി മേക്കിംഗ് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനെയൊന്നും ഇല്ല. കാരണം എത്രയോ കമ്പനികൾ ഇതുപോലുള്ള പല ഉഡായിപ്പുകളും പറഞ്ഞ് നമ്മളെ വശീകരിക്കാൻ വേണ്ടി, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതിന് പിന്നാലെ നിങ്ങൾ ആരും ഓടിപ്പോകരുത്. കാരണം നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല. നമുക്ക് വിലപിടിപ്പുള്ള നമ്മുടെ സമ്മാനം അല്ലെങ്കിൽ നമുക്ക് വിലപിടിപ്പുള്ള നമ്മുടെ ഗിഫ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്ത് ഇൻഫർമേഷൻ റിലേറ്റീവ് ആയിട്ടുള്ള എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടാ 2300 രൂപ മുടക്കി ഇരട്ടി ലാഭം കൊയ്യാമെന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് പേരൊന്നുമില്ല. ജസ്റ്റ് അവിടെ വീഡിയോ ചെയ്യുന്നു, ആളുകൾ കമന്റ് ഇടുന്നു, ലൈക്ക് ഇല്ല, റിപ്ലൈ ഇല്ല, ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, നോ റിപ്ലൈ. ഇതാണ് ഇന്നത്തെ അവസ്ഥയിൽ നടക്കുന്നത്. ഒരു സ്ട്രാറ്റജി മാത്രം ബിൽഡപ്പ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു ബിസിനസ് ബിൽഡപ്പ് ചെയ്തത് കാര്യമുണ്ടോ? നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ കമ്പനീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അറിയണം, കമ്പനി എവിടെയാണെന്ന് അറിയണം, കമ്പനിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയണം. നിങ്ങൾ ചുമ്മാ 2300 രൂപ മുടക്കിയിട്ട് ലാഭം കൊയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, ഞാൻ 2300 മുടക്കിയിട്ട് ദിവസം 1000 രൂപ ലാഭം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ നെഗറ്റീവാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ല. 10,000 രൂപ മുടക്കിയിട്ട് എനിക്ക് 50,000 രൂപ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കമ്പനിയിൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങൾക്കാണ് അതിന്റെ പരാജയം വരുന്നത്. കാരണം എപ്പോഴും ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റുന്ന അറിവാണ്. അത് നമ്മൾ മാക്സിമം ഞാൻ എൻ്റെ ചാനലിലൂടെയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? ഇങ്ങനെയൊക്കെ നമ്മൾ പണം മുടക്കുമ്പോൾ നമുക്കതിൻ്റെ ലാഭം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം എന്താണ്? കമ്പനി യാതൊന്നും ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. ഇങ്ങനെയാണോ കമ്പനി പറയേണ്ടത്? ഞാനൊരു 10,000 ഇൻവെസ്റ്റ് ചെയ്തു, വീഡിയോ കണ്ടു, നമ്പറിൽ വിളിച്ചു, കമ്പനിയുടെ പേരില്ല, തുടക്കം മുതലേ പ്രൊമോട്ടേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോക്കകത്ത് വന്നിരുന്ന് അത്യാവശ്യം കോട്ടും സൂട്ടും സ്റ്റാൻഡേർഡും ഒക്കെ ഇരുന്ന് ശേഷം ഒന്നും അതിനകത്തില്ല. ഒരു ലാപ്ടോപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനകത്ത് ഒന്നും നമ്മൾ കാണുന്നില്ല, ഓഡിയൻസ് കാണുന്നില്ല, പക്ഷെ മുന്നിലിരിക്കുന്ന പ്രൊമോട്ടറും ഇത് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ആളും ഇത് കാണുന്നുണ്ട്. എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഇതിലെന്താണ് ഇൻഫർമേഷൻസ്, ഈ ബിസിനസിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് ഓഡിയൻസിനെ കാണിക്കുന്നില്ല? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മളെ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫ് കവർന്നെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇൻകം കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഉഡായിപ്പാണ്. ഞാൻ എല്ലാ ഉഡായിപ്പും പറയുന്നില്ല. ഓൺലൈൻ മണി മേക്കിംഗ് നല്ല പ്ലാറ്റ്ഫോമുണ്ട്, നെഗറ്റീവ് പ്ലാറ്റ്ഫോമുണ്ട്. പക്ഷെ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ഇൻഫോർമേഷനിലാണ്. ആം ഐ റൈറ്റ്? നിങ്ങൾക്കറിയാം, കാരണം ഇന്ന് ലൈഫിലെ ഏറ്റവും സ്ട്രഗിൾ ചെയ്ത ആളുകൾക്ക് ഇൻഫർമേഷൻസ് എന്താണെന്നറിയാതെ മറ്റുള്ളവർ പറയുന്ന കാര്യം പറയുകയാണ്. നിങ്ങളുടെ നൈബർ വന്നിട്ട് പറയാണ്, ആ എടാ ഒരു ബിസിനസ് ഉണ്ട്, 50,000 രൂപ നീ മുടക്കിക്കോ, നിനക്ക് മാസം കണ്ണും കൂട്ടിയിട്ട് ഞാൻ 25,000 തരാം. എനിക്ക് അടുത്ത എൻ്റെ ലൈഫിൽ എനിക്ക് നടന്ന അനുഭവമാണ്. എന്തോ ഒരു പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞ് നിനക്ക് ഇന്ന് മെയ് 15-ാം തീയതി, ഈ മെയ് 25-ാം തീയതി ആകുമ്പോൾ നിന്റെ അക്കൗണ്ടിൽ 50,000 രൂപ ബാങ്കിലുണ്ടാകും. എന്താണ് ബിസിനസ്? ചുമ്മാ ഒരു ഐഡിക്ക് താഴെ ഐഡി ചേർന്നതുകൊണ്ട് മാത്രം ബിസിനസ് ആകുമോ? ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് ഇൻഫർമേഷൻ. നിങ്ങൾ പലപ്പോഴും ഇൻഫർമേഷൻസ് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നത്? കൊടുക്കേണ്ട നോളജസ് ആണ്. അറിവുകൾ എപ്പോഴും ഒരു മനുഷ്യന്
ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹെവി ഒരു ഇന്റർനാഷണലി വളരെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഹൈടെക് കമ്പനിയിൽ പോവുകയാണ്. അപ്പോൾ ഹൈടെക് കമ്പനിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കൊച്ചൊരു സ്റ്റോറിയാണ്. ഒരു ഹൈടെക് കമ്പനിയിൽ പോകുമ്പോൾ നമ്മൾ അവിടേക്ക് ഒരുപാട് പ്രോഡക്ട്സ് കണ്ട് നമുക്ക് ആരൊക്കെ പറഞ്ഞതാണ്, നമുക്ക് ആ കമ്പനിയെ കുറിച്ച് നോളജ്, ആ കമ്പനിയെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഒരു കമ്പനി കണ്ടു. എത്ര പേര് ഇന്ന് ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ കമ്പനി ഡൽഹിയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഇംഗ്ലണ്ടിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. എന്താ നമ്മുടെ കേരളത്തിൽ കമ്പനി ഉണ്ടെന്ന് എന്താണ് പറയാത്തത്? ഐ എം ആസ്കിങ് വിത്ത് യു. നമ്മളുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇത്രയും ഹൈടെക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഇന്ത്യക്ക് പുറത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് പറയുന്നില്ല? അപ്പൊ നിങ്ങൾ ചോദിക്കണം, ഞങ്ങളുടെ കമ്പനി കേരളത്തിലല്ലേ? ഞങ്ങളുടെ കമ്പനി കേരളത്തിലല്ല ഉള്ളത്. ഞങ്ങളുടെ കമ്പനി ഉള്ളത് അങ്ങ് ചൈനയിലാണ്. ഞങ്ങളുടെ കമ്പനി ഉള്ളത് അങ്ങ് ഈജിപ്തിലാണ്. ഞങ്ങളുടെ കമ്പനി വേൾഡ് വൈസ് കമ്പനിയാണ്. ഞങ്ങളുടെ കമ്പനിക്ക് ഇനി അപ്കമിങ് ഭാവിയിൽ വരും. പക്ഷേ 24 hours കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് ആവുന്നുണ്ട്. ബട്ട് നമ്മുടെ ബിസിനസ്സും നമ്മുടെ ലൈഫും ഡെവലപ്മെന്റ് ആവില്ല. നമ്മുടെ ലൈഫ് ലോസ് ആവാണ്. കാരണം കമ്പനിയാണ് ഹൈ ബിസിനസ് സ്ട്രാറ്റജി, ബിസിനസ് ഇൻകം അവർ ഏൺ ചെയ്യും. നമ്മൾ ലോസ് ആവുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എപ്പോഴും പണം മുടക്കി വീഡിയോ കാണുമ്പോൾ അതിൻ്റെ 4 വശവും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്, ബട്ട് എപ്പോഴും ഒരു കാത് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. നല്ല നല്ല ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണ്, നിങ്ങൾ ലൈഫ് ഒരിക്കലും സ്പോയിൽ ചെയ്യരുത്. നിങ്ങൾ പിന്നെ അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കടമയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻസ് മാത്രമാണ്. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും നമ്മൾ ഏതൊരു വീഡിയോ കാണുമ്പോഴും നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. കാരണം നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത് അത് നമുക്ക് ലോസ് ചെയ്യാനുള്ളതല്ല. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്താനുള്ളതല്ല, നമ്മുടെ ലൈഫിലേക്ക് സേവ് ചെയ്യാനുള്ളതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എപ്പോഴും ഒന്നിരിക്കൽ കൂടി പറയുകയാണ്, ഏതൊരു നല്ലൊരു വീഡിയോ കാണുമ്പോഴും ഏതൊരു സംഗതി നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴും ഇതുപോലെയുള്ള കഴിഞ്ഞതും തട്ടിപ്പിൽ പെടാതിരിക്കുക. കാരണം നിങ്ങളെ പലരും പല രീതിയിൽ ഇന്ന് നാട്ടിൽ നടക്കുന്ന പല തട്ടിപ്പുകളും ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളോട് പല എമൗണ്ടിൻ്റെ പേര് പറഞ്ഞിട്ടും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ സമീപിക്കും. നിങ്ങൾ ഇത്ര മുടക്കിയാൽ ഇത്ര ലാഭം കിട്ടും, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് നിങ്ങൾക്കറിയുന്ന കമ്പനികൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഓൾമോസ്റ്റ് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വരുമാനം നേടുന്നവരുണ്ടാവും. അപ്പോൾ എപ്പോഴും ഇൻഫർമേഷൻസ് അത് സ്പെസിഫൈഡ് ആയിട്ടുള്ള റൂട്ടിലൂടെ, സ്പെസിഫൈഡ് ആയിട്ടുള്ള വേയിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മാക്സിമം നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഇനി അടുത്ത വീഡിയോയിൽ നല്ലൊരു ഇൻഫർമേഷൻസ് ആയിട്ട് തീർച്ചയായിട്ടും വരാം. അപ്പോൾ എല്ലാവരോടും ബൈ.